യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. പ്രാർത്ഥിച്ചിട്ടും പ്രതിസന്ധികൾ മാറുന്നില്ലെന്നും നന്മ ചെയ്തിട്ടും ലോകം നിങ്ങളെ തള്ളിക്കളയുന്നുവെന്നും തോന്നി മനസ്സ് തളർന്നിരിക്കുകയാണോ പ്രിയ സഹോദര സഹോദരി? ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ എന്തിനാണ് ഇത്രയധികം വേദനകളും ഒറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വരുന്നതെന്ന് ചിന്തിച്ച് നിങ്ങൾ കുഴങ്ങുന്നുണ്ടാകാം. സത്യത്തിൽ ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ഈ ലോകത്തിൻ്റേത് അല്ലാത്തതുകൊണ്ടാണ്. യജമാനേക്കാൾ വലിയ വ്യക്തിയല്ല ദാസനോ ദാസിയോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താൻ അനുഭവിച്ച അതേ പീഡനങ്ങൾ ഒരളവ് വരെ തൻ്റെ ശിഷ്യരും നേരിടേണ്ടി വരുമെന്ന് ഈശോ മുൻകൂട്ടി പറയുന്നുണ്ട്. ദൈവഹിതം പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഈ എതിർപ്പുകൾ നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നതിൻ്റെ വലിയ അടയാളമാണ്. ഈ ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് വിഭിന്നമായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലയുറപ്പിക്കുമ്പോൾ നാം പലപ്പോഴും വിവേചനങ്ങൾക്ക് ഇരയായി എന്ന് വരാം. സുവിശേഷത്തിനു വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ത്യാഗവും വേദനയും ദൈവരാജ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് തിരിച്ചറിയുക. ക്രിസ്തുവിനെ അറിയാത്തവർ കർത്താവിൻ്റെ നാമം നിമിത്തം നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ഭയപ്പെടരുത്, ഒട്ടും തന്നെ. പകരം അവിടുത്തെ സഹനത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നതിൽ സന്തോഷിക്കുക. ലോകം നൽകുന്ന അംഗീകാരത്തെക്കാൾ വലുതാണ് ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന നിത്യമായ സമ്മാനം. അവിടുത്തെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാനും വെറുപ്പിനെ സ്നേഹം കൊണ്ട് ജയിക്കാനുമുള്ള കൃപയ്ക്കായി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. വർഷം മുഴുവനും വിശുദ്ധ സുവിശേഷങ്ങൾ ശ്രവിക്കാനും നൊവേനകളെക്കുറിച്ചുള്ള അറിയിപ്പുകൾക്കും ഉടൻ ആരംഭിക്കുന്ന പോഡ്കാസ്റ്റ് സീരീസുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എൻ്റെ കൂടെ ഒരുമിച്ച് ഈശോയെ ഞാൻ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് ഒരു തവണയെങ്കിലും പറയുമോ? ഗോഡ് ബ്ലെസ് യു.